ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഗാഡി ടോക്സ് എന്ന നമ്മുടെ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ ഇന്ന് നിൽക്കുന്നത് കൊല്ലം കടപ്പാക്കടയിലുള്ള മുത്തൂറ്റ് ഹോണ്ടയുടെ ഫ്രണ്ടിലാണ്. ഓണമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാഹന നിർമ്മാതാക്കളും വിപണനം ചെയ്യുന്ന ആളുകളും എല്ലാം ഒരുപാട് ഓഫറുകൾ നൽകുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോയിട്ട് ഇവിടെ ഇന്ന് അല്ലെങ്കിൽ ഓണമായിട്ട് ഹോണ്ടയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ഓഫറാണ് നമുക്കുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ് സർ, വെൽക്കം ടു മുത്തൂറ്റ് ഹോണ്ട. താങ്ക് യു. ഞാനേ ഇവിടെ ഓണമായിട്ട് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. കാര്യം നേരത്തെ ഹോണ്ട നൽകിയിട്ടില്ലാത്ത ഓഫറുകൾ പലതും ഇപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ട്. ഈ ഒരു ഓണം സെയിലിനോടനുബന്ധിച്ച് നമുക്ക് ഇവിടെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും നമ്മുടെ ഡീലർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് 1 by 1 കാണാം. ഓക്കെ സർ, നമ്മുടെ ഹോണ്ടയുടെ എലവേറ്റ് എന്ന് പറയുന്ന SUV സെഗ്മെന്റ് വരുന്ന നമ്മുടെ മോഡലാണ്. ഇതിന് 6 എയർ ബാഗ് ആണ് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ 55,000 അടുപ്പിച്ച് ഓഫർ കൊടുക്കുന്നുണ്ട്. 55,000 രൂപയുടെ ഓഫർ കൊടുക്കുന്നുണ്ട്. പ്ലസ് 3 ഇയർ സർവീസ് പാക്കേജും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 55,000 രൂപ ഓഫർ കൂടാതെ നമ്മളൊരു 3 ഇയർ സർവീസ് പാക്കേജും കൂടെ നമ്മുടെ കസ്റ്റമേഴ്സിന് എനിക്ക് 3 ഇയർ സർവീസ് പാക്കേജ് വേണ്ടാന്നുണ്ടെങ്കിലോ? സർ, അത് നമുക്ക് ഈ ഒരു ഓഫറിന്റെ കൂടെ ആ ഒരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് സാറിന് അത്രയും ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ നമ്മുടെ ഒറിജിനൽ ഓൺ റോഡ് റേറ്റിൽ നിന്ന് കുറച്ച് തരുന്നതായിരിക്കും. ഒറിജിനൽ ഓൺ റോഡ് റേറ്റിൽ നിന്ന് ഈ 55,000 കൺഫേം ആയിട്ടുള്ള ഓഫറാണ്. അത് നമ്മുടെ കോർപ്പറേറ്റ് ഓഫറാണ്. ഇതിലൊരു 10,000 നമ്മളെ ഈ 55,000 ഒരു 10,000 നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും നമ്മുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഒരിക്കലും മാറ്റി പറയില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു 3 ഇയർ സർവീസ് പാക്കേജ് കൊടുത്തിരിക്കുന്നത്. ആ കസ്റ്റമേഴ്സിനാണെങ്കിൽ നമ്മൾ അപ്പോൾ ആ ഒരു കസ്റ്റമർ ആ ഒരു 3 ഇയർ സർവീസ് പാക്കേജ് ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ടിന്റെ കൂടെ ആ ഒരു എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഓൺ റോഡ് പ്രൈസിൽ അത്രയും കൂടെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എലിവേറ്റ് അല്ലേ? എലിവേറ്റിന്റെ ബേസ് വേരിയന്റ് ഇപ്പോൾ എത്ര വരുന്നുണ്ട്? നമുക്ക് ബേസ് വേരിയന്റിന്റെ റേറ്റ് വരുന്നത് 13,94,000 രൂപയാണ് ഓൺ റോഡ് റേറ്റ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് 13,39,000 രൂപയ്ക്കാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. 13,39,000. അപ്പൊ ഇതിനകത്ത് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞ റേറ്റിനകത്ത് ഏകദേശം 55,000 രൂപയുടെ ഓഫർ വരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകൾക്ക് കിട്ടുന്നതാണോ? ഇല്ല സാർ, ഇതിലൊരു 10,000 റുപ്പീസിന്റെ ഡിഫറൻസ് നമ്മുടെ നോർമൽ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽസിനും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 3 ഇയർ സർവീസ് പാക്കേജിന്റെ കൂടെ നമ്മൾ ഈ ഒരു ബെനിഫിറ്റ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ നോർമൽ കസ്റ്റമേഴ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പം ആ കസ്റ്റമേഴ്സ് ഇപ്പം ഈ ഒരു 3 ഇയർ ബെനിഫിറ്റ് ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിന് ഈ ഒരു എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ കുറെ നാൾ കൊണ്ടുള്ള എന്റെ ഒരു ഡൗട്ടാണ്. നമ്മുടെ ഹോണ്ടയുടെ ഒരു കസ്റ്റമർ ആണ്. ഇപ്പോ സപ്പോസ് എന്റെ കയ്യിൽ ഒരു ഹോണ്ടയുടെ ഒരു വെഹിക്കിൾ ഉണ്ട്. ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ നമുക്ക് ബെനിഫിറ്റ് ഇല്ല? യെസ് സർ, എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്കൊരു 10,000 റുപ്പീസ് വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 10,000 വരുന്നുണ്ട്. പിന്നെ ഒരു ലോയൽറ്റി ആയിട്ട് നമുക്കൊരു 8,000 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ ഒരു ലോയൽറ്റി ബോണസ് ആയിട്ട് 12,000 റുപ്പീസ് നമുക്ക് വരുന്നുണ്ട്. ലോയൽറ്റി ബോണസ് ആയിട്ട് അതിപ്പോ ലോയൽറ്റി ബോണസ് എന്ന് പറയുമ്പോൾ എന്റെ പേര് തന്നെ വണ്ടി ഉണ്ടായിരിക്കണമെന്നുണ്ടോ? അങ്ങനെ ഉണ്ട് സാർ. ഇപ്പം സാറ് നമ്മുടെ ഒരു ഹോണ്ടയുടെ ഒരു കസ്റ്റമറാണ്. നമ്മുടെ ഹോണ്ട ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സാറിന് ഈ ഒരു ഓഫർ നമുക്ക് ചാലുവാക്കി എടുക്കാൻ പറ്റും. ലൈക്ക് സാറിന് ഈ ഒരു ഓഫറിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചത് SV വേരിയന്റിന്റെ കാര്യം. ഇനി VMT വരുന്ന സമയത്താകുമ്പോൾ നമുക്ക് ഓൺ റോഡ് റേറ്റ് വരുന്ന 15,15,000 രൂപയാണ്. ഇതിന്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് 14,60,000 രൂപയ്ക്കാണ്. 14,60,000. അതായത് ഇപ്പൊ ഈ പറയുന്ന ഈ 14,60,000 രൂപ ഞാൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, റോഡ് ടാക്സ് എല്ലാം ചേർത്തിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതിനകത്തും ആ ഒരു ലോയൽറ്റി കാര്യങ്ങളെല്ലാം ആഡ് ആവുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന എലിവേറ്റിന്റെ ഏത് വേരിയന്റ് എടുത്താലും സാറിന് നമുക്ക് ഈ ഒരു 55,000 ഓഫർ വരുന്നുണ്ട്. 55,000 ഓഫർ 3 ഇയർ സർവീസ് പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് വേരിയന്റ് ആണ്? അപ്പൊ എന്തായിരുന്നു പേര് പറഞ്ഞത്? ഫാത്തിമ. നമ്മളിപ്പോ SV വേരിയന്റിന്റെ കാര്യം പറഞ്ഞു, VMTയുടെ കാര്യം പറഞ്ഞു. അടുത്തെന്ന് പറയുന്നത് VX അല്ലേ? VX മാനുവൽ ട്രാൻസ്മിഷൻ. അതിന്റെ ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ്? ഇന്നത്തെ ഓൺ റോഡ് റേറ്റ് വരുന്ന 16,80,000 രൂപയാണ്. 80,000 രൂപ. ഇതിനകത്ത് എത്ര രൂപ ഓഫർ വരുന്നത്? ഇതിനകത്ത് നമുക്ക് 55,000 ഓഫർ വരുന്നുണ്ട്. 55,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്.
ഇതിനും വരുന്നുണ്ട്. അപ്പൊ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 16,25,000 രൂപ ഉണ്ടെങ്കിൽ ഈ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാം. എടുത്തുകൊണ്ട് പോവാം. VX മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഈ 55,000-നകത്ത് നമുക്ക് 3 വർഷത്തെ സർവീസ് പാക്കേജ് കൂടി ഇൻക്ലൂഡഡ് അല്ലേ? ആണ്. അതെ. ഇൻ കേസ് നമുക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഈ ഒരു 16,25,000 നിന്ന് ആ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഡിസ്കൗണ്ട് ചെയ്ത് തരും. കൺഫേം ആണല്ലോ? കൺഫേം ആണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 3 വേരിയന്റിന്റെ കാര്യം പറഞ്ഞു. അടുത്ത വേരിയന്റ് എന്ന് പറയുമ്പോൾ ZX മാനുവൽ ട്രാൻസ്മിഷൻ. അതിന്റെ ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ്? ഇതിന്റെ ഇന്നത്തെ ഓൺ റോഡ് റേറ്റ് വരുന്നത് വെച്ചാൽ 18,65,000 രൂപയാണ്. 18,60,000. അതായത് ZX മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ. അപ്പൊ അതിനകത്ത് 50,000 രൂപയുടെ തന്നെ ഓഫർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 18,10,000 രൂപയ്ക്കാണ് കസ്റ്റമേഴ്സ് നമ്മളിത് കൊടുക്കുന്നത്. 18,10,000 രൂപയ്ക്ക് എലിവേറ്റിന്റെ ZX മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാനേ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഇതിനിപ്പോ ഈ പറഞ്ഞ ഓഫറിനകത്ത് തന്നെ 3 ഇയർ സർവീസ് പാക്കേജും കൂടി ഇൻക്ലൂഡഡ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇത് നമ്മുടെ ഓണം ഓഫർ മാത്രമാണോ? ഇത് നമ്മുടെ ഓണം ഓഫറാണ്. നമ്മുടെ മുത്തൂറ്റ് എന്ന് പറയുന്ന ഡീലർഷിപ്പ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഓണം ബോണസ് അല്ലെങ്കിൽ ഒരു ഓണം സമ്മാനം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു ഓഫർ. വേറൊരു ഡീലർഷിപ്പിലും നമുക്ക് ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ അല്ല. നമ്മുടെ ഡീലർഷിപ്പിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ പറഞ്ഞതെല്ലാം മാനുവൽ ട്രാൻസ്മിഷന്റെ കാര്യമാണ്. ഇപ്പൊ ഫാത്തിമ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എങ്ങനെയുള്ളതാണ്? മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? എനിക്ക് ഓട്ടോമാറ്റിക് ആണ് ഞാൻ കൂടുതൽ കസ്റ്റമേഴ്സിന്. അപ്പൊ എനിക്ക് ആ ഓട്ടോമാറ്റിക്കിന്റെ റേറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ ബേസ് വേരിയന്റ് VCVT എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് വരുന്നത്. അതിന് നമുക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത് 16,33,000 രൂപയാണ്. 16,33,000. അതിനകത്തും ഈ പറഞ്ഞ സെയിം ഓഫറാണ്. സെയിം ഓഫർ നമുക്ക് CVT 55,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 15,70,000 രൂപ കിട്ടും. 78,000 കിട്ടും. ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഓഫർ നമുക്ക് എത്ര നാൾ വരെ ഉണ്ട്? നമുക്ക് ഈ സെപ്റ്റംബർ 30 വരെ നമുക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. സെപ്റ്റംബർ 30 വരെ അവൈലബിൾ ആണ്. നമ്മൾ അതിന് മുമ്പ് വണ്ടി ബുക്ക് ചെയ്താൽ മതിയല്ലോ? വണ്ടി ബുക്ക് ചെയ്ത് ഈ മാസം തന്നെ പേയ്മെന്റ് അടിച്ച് നമ്മൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫർ നമുക്ക് അവൈൽ ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആണ്. ഇതിന്റെ ബെനിഫിറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടും. ഓണം ഓഫറാണ്. ഓൺ ഓഫറാണ്. പിന്നെ ഓണം കഴിഞ്ഞ് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് ഓൺ ഓഫറാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ ബേസ് മോഡൽ, അതായത് VCVT. ഇതിന്റെ തന്നെ VX വേരിയന്റ് വരുന്നത്, അതായത് VX CVT വരുന്ന സമയത്ത് അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? അതിന് നമുക്ക് 18,27,000 രൂപയാണ് ഓൺ റോഡ് റേറ്റ് വരുന്നത്. 18,27,000 രൂപ. അതിനകത്തും ഈ പറയുന്ന 55,000 ഓഫർ വരുന്നുണ്ട്. 55,000 ഓഫർ പ്ലസ് 3 ഇയർ സർവീസ് കൺഫേം ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 17,72,000 രൂപ ഓൺ റോഡ് റേറ്റിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റ് ഡീലറുകളിലൊന്നും ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഡീലർഷിപ്പിൽ ഓണമായിട്ട് നല്ലൊരു ഓഫറാണല്ലേ ഹോണ്ടയുടെ സൈഡിൽ നിന്ന്, മുത്തൂറ്റ് ഹോണ്ടയുടെ സൈഡിൽ നിന്ന് പ്രത്യേകമായിട്ട് പറയാല്ലേ, മുത്തൂറ്റ് ഡീലർഷിപ്പിന്റെ സൈഡിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു ഓഫറാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും താഴെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പ്രതീഷ് എന്നാണ് പേര്. പുള്ളിക്കാരനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള നിങ്ങൾ പറയുന്ന വേരിയന്റ്, ഇപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് പ്രൈസിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 30 വരെ നമുക്ക് ഒരു ഓഫർ വരുന്നുള്ളൂ. ഈ ഒരു മന്ത് മാത്രമേ വരുന്നുള്ളൂ. അതായത് ഈ വീഡിയോ നമ്മളിപ്പോൾ സെപ്റ്റംബർ മാസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളൂ. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് ഓഫർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ VCVTയുടെ കാര്യം പറഞ്ഞു, VX CVTയുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുൾ ഓപ്ഷൻ നമ്മുടെ ഈ ഒരു വേരിയന്റിന്റെ ഏറ്റവും ടോപ്പ് എൻഡിന്റെ റേറ്റ് എന്ന് പറയുന്നത് 19,28,000 രൂപയാണ്. അതെ, ZX CVTയുടെ റേറ്റ് വരുന്നത്. ഇതിന് നമുക്ക് ഈ ഒരു 55,000 ഓഫർ ഉണ്ട്. 55,000 ഓഫർ വരുന്നുണ്ട്. പ്ലസ് നമ്മുടെ 3 ഇയർ സർവീസ് പാക്കേജ് കൂടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 19,31,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാം. ZX CVT എടുക്കാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓഫർ ഓണം ഓഫറാണ് അല്ലേ? ഈ ഒരു സെപ്റ്റംബർ മന്തിൽ മാത്രമാണ് നമുക്ക് സെപ്റ്റംബർ മാസം മാത്രം നമുക്കുള്ള ഒരു ഓഫറാണ്. അതായത് ഈ മന്തിൽ ബുക്ക് ചെയ്ത് ഈ മന്തിൽ ഡെലിവറി എടുക്കുന്ന കസ്റ്റമേഴ്സിനാണ് നമുക്ക് ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും ഓണമൊക്കെ ആയിട്ട് ആളുകൾ പുതിയ വണ്ടികളൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ പുതിയൊരു വണ്ടി. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു SUV സെഗ്മെന്റിൽ നമ്മുടെ ഹോണ്ടയുടെ എലവേറ്റ് വരുന്നത്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എലവേറ്റിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇത്രയുണ്ട്. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് കിടക്കാം. നമ്മുടെ എലവേറ്റിന്റെ എല്ലാ മോഡലിനും ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി പോകേണ്ടത് എന്ന് പറയുന്നത് അമേസിന്റെ എല്ലാ വേരിയൻസിനും നമുക്ക് ഈ ഒരു ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.
യെസ് സർ, ഇതാണ് നമ്മുടെ അമേസ് സെഡാൻ സെഗ്മെന്റിൽ വരുന്ന നമ്മുടെ വണ്ടിയാണ്. ഇതിന് നമുക്ക് എസ് വേരിയന്റും VX വേരിയന്റും അങ്ങനെ 2 വേരിയന്റിൽ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ CVT ആണ്. അപ്പൊ നമുക്ക് എസ് വേരിയന്റിനാണെങ്കിൽ നമുക്കൊരു 72,000 ഓഫർ വരുന്നുണ്ട്. VX വേരിയന്റ് ആകുമ്പോൾ 92,000 ഓഫർ ആണ് വരുന്നത്. 92,000? അതെ, 92,000. ഞാൻ കേട്ട കുഴപ്പമില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും 92,000 രൂപയുടെ ഏകദേശം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷത്തിന് അടുപ്പിച്ചുള്ള ഓഫർ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. അത് VX വേരിയന്റ്. VX വേരിയന്റ് ആണ് വരുന്നത്. എസ് വേരിയന്റ് എത്ര പറഞ്ഞത്? എസ് വേരിയന്റിന് 72,000 ആണ് വരുന്നത്. 72,000. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു നല്ലൊരു ഓഫറാണ്. കാരണം 1 ലാക്ക് അടുപ്പിച്ചുള്ള ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചില്ലറ കാശല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ വേരിയൻസിന്റെ റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു പറഞ്ഞില്ലേ 92,000 രൂപ ഓഫർ എന്ന് പറഞ്ഞു. ഇപ്പൊ VX വേരിയന്റിന് 92,000 രൂപ ഓഫർ വരുന്നുണ്ട്. ഈ ഓഫർ എല്ലാവർക്കും കിട്ടുന്ന ഓഫർ അല്ല എന്ന് എനിക്കും അറിയാം, വീഡിയോ കാണുന്നവർക്കും അറിയാം. എങ്കിലും ഈ ഒരു 92,000 കാറ്റഗറിയിൽ വരാനായിട്ട് ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എലിവേറ്ററിന്റെ പറഞ്ഞ സമയത്ത് ബാങ്കേഴ്സിന്റെ കാര്യം പറഞ്ഞു, ടീച്ചേഴ്സ്, ലോയേഴ്സ്. നാഷണലൈസ്ഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ബാങ്ക് എംപ്ലോയീസിനാണ് ആ ഒരു ഓഫർ വരുന്നത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്, ടീച്ചേഴ്സിന്, ലോയേഴ്സിനാണ് നമ്മൾ ആ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അന്നും പറഞ്ഞ് നമ്മുടെ മറ്റുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ മാറ്റി നിർത്തില്ല. അവർക്കും ഓഫർ ഉണ്ട്. ഒരു 10,000 20,000 ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 92,000 രൂപയിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 30,000 രൂപ കുറച്ച് കഴിഞ്ഞാലും ബാക്കി ഒരു 60,000 രൂപ അടുപ്പിച്ച് ഓഫേഴ്സ് നമ്മുടെ നോർമൽ കസ്റ്റമേഴ്സിന് വരുന്നുണ്ട്. 60,000 അല്ല, അതിന് മുകളിൽ വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഹോണ്ടയുടെ വണ്ടിയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഓഫർ ഉണ്ട്. യെസ്, നമുക്ക് ലോയൽറ്റി കിട്ടുന്നുണ്ട്. 8,000 നമുക്ക് ഈ ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ 8,000 ലോയൽറ്റി മാത്രം. എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പ്രൈസ് അല്ലേ? എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത്. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 10,000 വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു 92 അല്ലെങ്കിൽ 72,000 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഇപ്പോ എസ് വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഇപ്പോ എത്ര ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ഓൺ റോഡ് റേറ്റ് വരുന്നത് 9 ലാക്ക് ആണ്. 9 ലാക്ക് ആണ് വരുന്നത്. ഇതിനകത്ത് നിന്ന് എസ് വേരിയന്റ് എനിക്ക് തോന്നുന്നു 72,000 രൂപയായിരുന്നു ഓഫർ വരുന്നത്. 72,000 ആണ്. 72,000 കഴിഞ്ഞിട്ട് തോന്നുന്നു 8,30,000 അല്ലെങ്കിൽ 8,28,000 രൂപയ്ക്ക് നമുക്ക് ഇതിന്റെ ഒരു എസ് വേരിയന്റ് ചൂസ് ചെയ്യാം. കൊണ്ടുവരാനായിട്ട് വരും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, മിക്ക ഷോറൂമുകാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന സമയത്ത് അതില്ല ഇതില്ല അങ്ങനെ ഒരു സംസാരം ഉണ്ടാവില്ലല്ലോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഓഫർ വരുന്നത്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരിക്കലും നമ്മൾ ചീറ്റ് ചെയ്ത് നമ്മുടെ ഡീലർഷിപ്പിലേക്ക് കൊണ്ടുവരില്ല. ഇവിടെയുള്ള ട്രൂ ഓഫറാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ ഓണം ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു എമൗണ്ടിൽ ഇത്രയും ഡിസ്കൗണ്ട് കൊടുത്ത് നമ്മുടെ ഹോണ്ട പോലുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ബിഗ് മാറ്റർ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാനിത് ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ, മിക്ക ഡീലേഴ്സും ഈ ഒരു ഓഫർ പറഞ്ഞിട്ട് സമയമാകുമ്പോഴത്തേക്ക് വണ്ടി നമ്മളിപ്പോൾ ഒരു ലിമിറ്റഡ് എഡിഷൻ ഒരു കളറാണ് ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ചു, ആ ഒരു വണ്ടി കിട്ടിയില്ല അല്ലെങ്കിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു പ്രശ്നം നമുക്ക് വരില്ല? ഒരിക്കലും വരുന്നില്ല. അതായത് നമ്മൾ ഫുൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ, അതായത് സെപ്റ്റംബർ 30 മുമ്പ് ഫുൾ പേയ്മെന്റ് ബുക്ക് ചെയ്ത് ഫുൾ പേയ്മെന്റ് ഈ മാസം തന്നെ ബുക്കിംഗ് എടുക്കുന്ന കസ്റ്റമർ ആയിരിക്കണം. ഈ മാസം തന്നെ വണ്ടി ഡെലിവറി എടുക്കാൻ ലൈക്ക് ഈ മാസം തന്നെ ഫുൾ ഫണ്ട് ആവുന്ന ഒരു കസ്റ്റമർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ ലോയൽറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അഡീഷണൽ കോർപ്പറേറ്റ് ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്കേ കിട്ടുള്ളൂ. വീഡിയോ കണ്ടിട്ട് എനിക്ക് അത്രയും കിട്ടിയില്ല, എനിക്ക് ഇത്രയും കിട്ടുള്ളൂ, പറ്റിപ്പാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വ്യക്തമായിട്ട് പറയാണ്, നിങ്ങൾക്ക് അഡീഷണൽ കോർപ്പറേറ്റ് ഓഫർ കിട്ടുന്നത് ബാങ്കേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഇത്രയും പേർക്കാണ് അഡീഷണൽ കോർപ്പറേറ്റ് ഓഫർ കിട്ടുന്നത്. അപ്പോൾ വേറൊരു ചോദ്യം എന്നോട് ചോദിക്കും, അതെന്താ ഇവർക്ക് മാത്രം വണ്ടി ഉപയോഗിച്ചാൽ മതിയോ എന്നുള്ളത്. ഒരിക്കലില്ല. നമ്മുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് ആകെപ്പാട് 10,000 അല്ലെങ്കിൽ 20,000 ഒരു ഡിസ്കൗണ്ടേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് ആ ഒരു ഓഫർ അവൈലബിൾ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ഇയേഴ്സ് അടുപ്പിച്ച് വരുന്ന ഒരു സർവീസ് പാക്കേജ് കൊടുക്കുന്നുണ്ട്. ആ കസ്റ്റമറിന് അത് ചൂസ് ചെയ്യാതെ ഇങ്ങനെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് ആ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കും. അപ്പൊ നമ്മൾ ഇപ്പോ എസ് വേരിയന്റിന്റെ കാര്യം പറഞ്ഞു. അടുത്തതെന്ന് പറയുമ്പോൾ VX മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതിന്റെ ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ് സർ, അതിന്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത് 10,59,000 രൂപയാണ്. 10,59,000 രൂപ. ഇതിന് നമുക്ക് 92,000 ആണ് ഓഫർ വരുന്നത്. 92,000 രൂപയുടെ ഓഫർ. എനിക്ക് തോന്നുന്നു അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 9,67,000 രൂപ. 9,67,000 രൂപയുടെ ഓഫർ വരുന്നത് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ എസിന്റെ കാര്യം പറഞ്ഞു, VX മാനുവൽ ട്രാൻസ്മിഷന്റെ കാര്യം പറഞ്ഞു.
ഇനി നമുക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? SCVT അതായത് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് എത്രയുണ്ട് അതിന്റെ പ്രൈസ്? 10,04,000 ആണ് റേറ്റ് വരുന്നത്. 10,04,000 ഓൺ റോഡ് റേറ്റ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ്. ഇതിന്റെ അകത്ത് നിന്ന് 72,000 ആണ് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം 9,32,35 ആ ഒരു റേറ്റിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. അതായത് നമുക്കൊരു 9.5 ലക്ഷം രൂപ മാറ്റി വെക്കാനുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ ഒരു ഓണം ഓഫറാണ്. ഓണം ഓഫർ മാത്രം. അതെ. പിന്നെ വന്നു കഴിഞ്ഞാല് കിട്ടില്ല, നടക്കില്ല. അപ്പൊ നമ്മുടെ അമേസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ഫുൾ ഓപ്ഷൻ VX CVT എന്നാണ് നമ്മുടെ വേരിയന്റ് വരുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ് 11,53,000 രൂപയാണ് ഓൺ റോഡ് റേറ്റ് വരുന്നത്. 11,53,000. അതിന് എത്ര രൂപ ഓഫർ? ഒരു 92,000 ഓഫർ വരുന്നുണ്ട്. 92,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. ഓഫർ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 10,60,000 അല്ലെങ്കിൽ 63,000 രൂപ ആ ഒരു രീതിയിൽ ഓഫർ വരുന്നുണ്ട്. അതായത് നമുക്ക് 10.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ഹോണ്ട അമേസിന്റെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് എടുക്കാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓണം ഓഫർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണം ഓഫർ മാത്രം. ഇപ്പൊ ഹോണ്ട സിറ്റിക്ക് എന്തൊക്കെയാ ഓഫർ വരുന്നത്? സിറ്റിക്ക് നമുക്ക് 74,000 ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 74,000 രൂപ വരുന്നുണ്ട്. ഇതിപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും ഇങ്ങനെ ഓഫർ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഓണ സമയത്ത് നമുക്ക് എടുക്കാൻ നമ്മുടെ ഹോണ്ടയുടെ ഏത് ഒരു മോഡൽ എടുത്താലും അതിന് ഓഫറും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ്, ഷുവർ ആയിട്ട് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. ചേട്ടൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കും. നമ്മുടെ ഹോണ്ടയുടെ ലക്ഷറിയസ് കാറാണ് നമ്മുടെ ഹോണ്ട സിറ്റി. ആ ഒരു കംഫർട്ട് നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. നല്ല ഹെഡ് സ്പേസ്. ഓക്കേ. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെന്റില് കോമ്പറ്റീറ്റേഴ്സിനെ എന്തുകൊണ്ടും ബീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹോണ്ടയുടെ സിറ്റി വരുന്നത്. ഇതിന് നമുക്ക് 74,000 അടുപ്പിച്ച് ഓഫേഴ്സ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്തോട്ട് കയറിയപ്പോഴേ എനിക്കൊരു പ്രീമിയം എഫക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇന്റീരിയേഴ്സും എല്ലാം കൊണ്ട് നല്ല ലെഗ് സ്പേസ് ഉണ്ട്, നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ. അപ്പോ ഇതിന്റെ ഓഫർ ഒക്കെ വരുന്നത്? ഇതിന് നമുക്ക് 74,000 ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതിൽ നമുക്കിപ്പം എക്സ്ചേഞ്ച് ആണെങ്കിൽ 10,000 വരുന്നുണ്ട്. ലോയൽറ്റി ഒരു 8,000 വരുന്നുണ്ട്. നമ്മുടെ അഡീഷണൽ കോർപ്പറേറ്റ് ഓഫർ ഒരു 20,000 ആണ് വരുന്നത്. അത് നമ്മുടെ നോർമൽ കസ്റ്റമേഴ്സിന് അവൈൽ ആക്കാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഇതിലും 3 ഇയർ സർവീസ് പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോ ഈ ഒരു 3 ഇയർ സർവീസ് പാക്കേജും വരുന്നുണ്ട്. 74,000 കൂടാതെ. അപ്പൊ ഇതിന്റെ വേരിയന്റ്സിന്റെ ഒക്കെ റേറ്റ് എനിക്കൊന്ന് പറഞ്ഞു. തീർച്ചയായും. ഇപ്പോ സിറ്റിയുടെ ബേസ് വേരിയന്റ് അതെ SV വേരിയന്റ് ആണ്. ഇതിന് ഓൺ റോഡ് റേറ്റ് വരുന്നത് 14,40,000 രൂപയാണ്. ഓഫർ ആയിട്ടുള്ള 74,000 കഴിഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഈ ഒരു അതായത് 14,40,000 ആണ് ഓൺ റോഡ് റേറ്റ് വരുന്നത്. അതിനകത്ത് 74,000 ഡിസ്കൗണ്ട്, ഏകദേശം 13,66,000 രൂപയ്ക്ക് നമുക്കൊരു ഹോണ്ട സിറ്റി സ്വന്തമാക്കാം അല്ലെ? ഒരു ലക്ഷൂറിയസ് വാഹനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് വരും. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു SV കഴിഞ്ഞ് കഴിഞ്ഞാൽ V മാനുവൽ ആണ്. അതെ. അതിന്റെ ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത്? 15,30,000 രൂപയാണ് നമുക്ക് അതിന്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത്. ഓക്കെ. അതിനും ഈ പറയുന്ന 74,000 ഓഫർ വരുന്നുണ്ട്. പ്ലസ് 3 ഇയർ സർവീസ് പാക്കേജും പ്രൊവൈഡ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 14,65,000 അല്ലെങ്കിൽ 68,000 രൂപയുണ്ടെങ്കിൽ ഓഫർ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി ആ ഒരു റേറ്റിന് നമുക്ക് സ്വന്തമാക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പോ നമ്മൾ പറഞ്ഞ ഇപ്പൊ ബേസ് വേരിയന്റ് പറഞ്ഞു, തൊട്ട് മേളിലുള്ള V വേരിയന്റ് പറഞ്ഞു. ഇത് പറഞ്ഞല്ല മാനുവൽ ആണ്. അപ്പോ ഇതിന്റെ VX മാനുവൽ ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിലോ അതിന്റെ റേറ്റ് എത്രയാണ്? 16,57,000 രൂപയാണ് റേറ്റ്. 16,57,000 രൂപ. അതിനും ഈ 74,000 ഡിസ്കൗണ്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം 15,83,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് VX മാനുവൽ. അതെ. VX മാനുവലിന് നമുക്ക് 15,83,000 രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹോണ്ട സിറ്റിയുടെ ഇപ്പോൾ ഒരു ടോപ്പ് എൻഡ് ZX മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ റേറ്റ് എത്രയാണ്? മാനുവലിനാകുമ്പോൾ 18,27,000 ആണ് റേറ്റ് വരുന്നത്. അതിനും ഈ 74,000 ഓഫർ. എനിക്ക് തോന്നുന്നു ഏകദേശം 17,53,000 രൂപ അല്ലേ? അത്രയും റേറ്റ് ഏകദേശം കണക്ക് ആ ഒരു എമൗണ്ടിൽ നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം. ഇതിന്റെ കൂടെ 3 ഇയർ സർവീസ് പാക്കേജും വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ വണ്ടി നമ്മള് പുതിയൊരു വണ്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പൈസ കാര്യങ്ങളോ അതിനകത്ത് ഇറക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പം ഷോറൂമിൽ നിന്ന് തന്നെയാണ് നമ്പർ ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം ചേർത്തിട്ടുള്ള പ്രൈസ് അല്ലേ? എല്ലാം ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ ട്രാഫിക്കിൽ നമുക്ക് മാനുവൽ കൊണ്ടു കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ഞാൻ പർച്ചേസ് ചെയ്യും. അപ്പൊ ഇന്നത്തെ
ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത്? നമുക്ക് ബേസിന് വരുന്നത് 16,79,000 രൂപയാണ്. അതായത് VCVT വരുന്ന റേറ്റ് വരുന്നത്. ഇനി ഇതിൽ നമുക്കൊരു 74,000 ഇതിന് നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഈ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിലാണ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എത്ര റേറ്റ് പറഞ്ഞത്? 16,79,000. അതിനകത്തുനിന്ന് 74,000 പോകും. അതെ, എനിക്ക് തോന്നുന്നു അപ്പോൾ ഏകദേശം 16 ലക്ഷം രൂപ. 16,05,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് VCVT ഹോണ്ട സിറ്റിയുടെ, അതായത് ഹോണ്ട സിറ്റി എന്ന് പറയുന്ന ഒരു ഡ്രീം കാർ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായും പല ആളുകളും, എനിക്കറിയാവുന്ന പല ആളുകളും പഴയ ഹോണ്ട സിറ്റി എടുത്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇത്. എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയൊരു വണ്ടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു എന്താ പറയാ, അതിന്റെ കൂടെ തന്നെ നമുക്ക് 3 ഇയർ ഒരു സർവീസ് പാക്കേജ് വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ സർവീസിന് 3 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട, വണ്ടിയുടെ സൈഡ് ഒന്നും നോക്കണ്ട. എല്ലാം നമ്മൾ ഈ ഒരു ഗിഫ്റ്റിനോടൊപ്പം, അതായത് ഓണ സമ്മാനത്തിനോടൊപ്പം തന്നെ ഈ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോ പറഞ്ഞത് VCVTയുടെ കാര്യം. ഇനിയിപ്പോ VXCVT വരുന്ന സമയത്ത് നമുക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത് 18,35,000 ഓൺ റോഡ് റേറ്റ് വരുന്നത്. 18,35,000. ഇതിന്റെ കൂടെ നമ്മൾ ഒരു 74,000 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നത്. 17,61,000 രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, പ്ലസ് 3 ഇയർ സർവീസ് പാക്കേജ്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട സിറ്റിയുടെ ഏത് വേരിയന്റ് എടുത്തു കഴിഞ്ഞാലും 74,000 ഓഫർ വരുന്നുണ്ട്. 3 ഇയർ സർവീസ് പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. അതായത് ഒന്നുകിൽ ഈ അഡീഷണൽ ഓഫർ വേണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചർ, ലോയർ, നാഷണലൈസ്ഡ് ബാങ്കിലെ എംപ്ലോയീസ് ആയിരിക്കും. അപ്പൊ നമ്മള് VCVTയുടെ കാര്യം പറഞ്ഞു, VXCVT പറഞ്ഞു, ആണ് ടോപ്പ് എൻഡ്. അതായത് ഹോണ്ട സിറ്റിയുടെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് അതിന്റെ റേറ്റ് എത്രയാണ്? അതെ, അതിന്റെ റേറ്റ് വരുന്നത് 19,76,000 രൂപയാണ്. റേറ്റ് 19,76,000. എനിക്ക് തോന്നുന്നു 74,000 രൂപ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ ഒരു എമൗണ്ടിൽ നിന്നും ഈ 74,000 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക്. അതായത് എനിക്ക് തോന്നുന്നു 19,02,000. അപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഒരാൾ ഇവിടെ വന്ന് നിരാശനായിട്ട് തിരിച്ചു പോകേണ്ടി വരത്തില്ല. പല ആളുകളുടെയും ഒരു ഡ്രീം കാറാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറ, ഡ്രീം കാർ അല്ലേ? തീർച്ചയായും. ഓക്കെ, എന്റെ ഒരു ഡ്രീം കാറാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഹൈബ്രിഡ് വരുന്നുണ്ടല്ലോ? അതെ, കാലത്തിന് മുന്നേ സഞ്ചരിച്ച നമ്മുടെ ഹൈബ്രിഡ് വെഹിക്കിൾ വരുന്നുണ്ട്. അതിനിപ്പോ എത്രയാ റേറ്റ് വരുന്നത്? നമുക്ക് അതിന് 26,15,000 ആണ് നമുക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത്. അതിന് നമുക്ക് 70,000 ആണ് ഡിസ്കൗണ്ട് വരുന്നത്. 70,000 തോന്നുന്നു ഏകദേശം 25,40,000 രൂപയ്ക്ക് നമുക്ക് ആ ഒരു 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹൈബ്രിഡ് വെഹിക്കിൾ സ്വന്തമാക്കാം. തോന്നുന്നു കമ്പനി പറയുന്ന മൈലേജ് തന്നെ ഏകദേശം ഒരു 27 28 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പറയുന്നത്. കറക്റ്റ് ഹൈബ്രിഡ് ആയതുകൊണ്ട് ആ ഒരു മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് അധികം വേരിയൻസ് ഇല്ല, നമുക്ക് 3 മോഡൽസ് ആണ് വരുന്നത്. 3 മോഡലാണ് വരുന്നത്. അതിന്റെ എല്ലാ വേരിയന്റിന്റെയും ഓഫേഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓഫറും ഇന്നത്തെ ഓൺ റോഡ് പ്രൈസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓണം ഓഫറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 30 വരെ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ കിട്ടത്തുള്ളൂ. അത് ഈ ഒരു മന്ത് ബുക്കിംഗ് എടുത്ത് ഈ മന്ത് തന്നെ ഡെലിവറി എടുക്കുന്ന കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ 30 മുമ്പ് പേയ്മെന്റ് അടച്ച് ഡെലിവറി എടുക്കുന്ന കസ്റ്റമേഴ്സിനായിരിക്കും ഈ ഒരു ഓഫർ അപ്ലൈ ഈ മാസം തന്നെ ബുക്ക് ചെയ്ത് വണ്ടി ഡെലിവറി എടുക്കുന്ന ഓഫർ കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഓഫർ ആയിരിക്കും അല്ലേ? എന്തായാലും ഓണം ഓഫറിന് ഇവിടെ ഒരു ക്ഷാമമില്ല. പക്ഷേ ഓണം ഓഫർ ഇതാണ് ഏറ്റവും നല്ല ഓഫറും. ഈ ഒരു ടൈമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെയുള്ള വീഡിയോസൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ താഴെ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ടയുടെ എക്സിക്യൂട്ടീവിൻ്റെ നമ്പറാണ്. പ്രതീഷ് എന്നാണ് പേര്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ റേറ്റിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബുക്കിങ്ങിനായിട്ടോ ഒക്കെ പ്രതീഷിനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഏത് സമയം വിളിച്ചു കഴിഞ്ഞാലും പുള്ളി കോൾ അറ്റൻഡ് ചെയ്യും. ഇൻ കേസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു വലിയ ഓഫർ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം.
അതുവരേക്കും എല്ലാവർക്കും ബൈ. ബൈ.